Con- Good morning. എൻ്റെ ടോപ്പിക് കമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് ഓഫ് ആൽഗെ ആൽജിനേറ്റ്സ് ആണ്. അപ്പോൾ ആൽഗയിൽ നിന്ന് നമ്പർ ഓഫ് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് നമ്മൾ എൻ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്ത് കമേഴ്ഷ്യലി വാല്യുബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് എൻ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാറുണ്ട്. അതിൽ ഫുഡ് വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, മെഡിസിൻസ്, ആനിമൽ ഫീഡ്, ഫെർട്ടിലൈസർ, ഫ്യൂൽ, അങ്ങനെ പല രീതിയിലുള്ള കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ പ്രോഡക്ട്സ് ആൽഗയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാറുണ്ട്. സോ അങ്ങനെ കുറച്ച് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് ഓഫ് ആൽഗയാണ് ഈ ടേബിളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ പ്രൊഡക്റ്റ്, അതിൻ്റെ യൂസും സോഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൽജിനേറ്റ് എന്ന് പറയുന്ന എൻ പ്രൊഡക്റ്റാണ് ഞാനിന്ന് അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആൽജിനേറ്റ് എന്ന് പറയുന്നത് ഒരു ബയോ മെറ്റീരിയലാണ്. ബയോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഒരു മെഡിക്കൽ ഡിവൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇംപ്ലാന്റോ ഓർഗനിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ടോ ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ സിന്തറ്റിക് സബ്സ്റ്റൻസിനെയാണ് ബയോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൽജിനേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബയോ മെറ്റീരിയൽ ആണ്. അതിന് ഡിഫറെൻറ്റ് ബയോമെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഉള്ളൊരു ബയോ മെറ്റീരിയൽ ആണ് ആൽജിനേറ്റ്. ഇനി അതിനെ ഈ പറയുന്ന ഇൻറ്റൻസീവായിട്ട് യൂസ് ചെയ്യാനുള്ള റീസൺസ് ഒന്ന് ബയോ കോമ്പാറ്റബിലിറ്റി ആണ്. ബയോ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ടിഷ്യൂസിനോട് കോമ്പാറ്റബിൾ ആയിരിക്കും. അതായത് ടിഷ്യൂസിനോട് ഒരു പ്രോബ്ലം ഇല്ലാതെ ചേർന്ന് പോകുന്ന ഒരു മെറ്റീരിയലാണ്. അതൊരു രീതിയിലുള്ള ഇമ്മ്യൂണോളജിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈസ് ഓഫ് ജലേഷൻ. ജലേഷൻ എന്ന് പറയുന്നത് ജെൽ ഫോം ചെയ്യുന്ന പ്രോപ്പർട്ടി, ജെൽ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ജലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഈസിയറാണ് ജെൽ ഫോം ചെയ്യുന്ന, ഇത് രണ്ടും ബയോ കോമ്പാറ്റബിലിറ്റിയും ഈസ് ഓഫ് ജലേഷൻ, ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന ഇത്രയും ആപ്ലിക്കേഷൻസ് ആൽജിനേറ്റിന് കൊടുക്കാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ആൽജിനേറ്റ് ഹൈഡ്രോജെൽ പ്രൊഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോജെൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ ആയിരിക്കും ലിക്വിഡ് കോമ്പണൻറ്റ്. അപ്പോൾ ഈ ആൽജിനേറ്റ് ഹൈഡ്രോജെൽസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോജെൽസ് എന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗ്, ഡ്രഗ് ഡെലിവറി, ടിഷ്യൂ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. ഇനി ആൽജിനേറ്റിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. ആൽജിനേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലീനിയർ കോപോളിമർ കമ്പോസ്ഡ് ഓഫ് 2 മോണോമറിക് യൂണിറ്റ്സ്, ഡി മാനുറോണിക് ആസിഡ് ആൻഡ് എൽ ഗുലുറോണിക് ആസിഡ്. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ആൽജിനേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ബ്രൗൺ ആൽഗയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ അക്വസ് ആൽക്കലി സൊല്യൂഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ആ ഒരു ഫോമിലേക്ക് എത്തിക്കുന്നത്. സോ പിന്നെ ഇനി പറയാൻ പോകുന്നത് ഏതൊക്കെ ആൽഗയിൽ നിന്നാണ് ആൽജിനേറ്റ് ഡിറൈവ് ചെയ്യുന്നുള്ളതാണ്. സോ ലാമിനേറിയ ഹൈപ്പർബോറിയ, ലാമിനേറിയ ഡിജിറ്റേറ്റ, ലാമിനേറിയ ജപ്പോണിക്ക, ആസ്കോഫൈലം നോഡോസം, മാക്രോസിസ്റ്റിസ് പൈറിഫെറ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ആൽജിനേറ്റ് ഡിറൈവ് ചെയ്യുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആൽഗീസ് ആണ്. അടുത്തത് ഈ എക്സ്ട്രാക്ട് ചെയ്ത ആൽജിനേറ്റിനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ആൽജിനേറ്റ് സോൾട്ടിനെ ആൽജിനിക് ആസിഡ് ആക്കി മാറ്റും ബൈ ദ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡൈല്യൂട്ട് HCl. അതിനുശേഷം ഫർദർ പ്യൂരിഫിക്കേഷൻ ആൻഡ് കൺവേർഷൻ പ്രോസസ്സിന് ശേഷം ലാസ്റ്റ് ഒരു വാട്ടർ സോളിബിൾ സോഡിയം ആൽജിനേറ്റ് പൗഡർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. ഈ സോഡിയം ആൽജിനേറ്റ് പൗഡർ, വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സോഡിയം ആൽജിനേറ്റ് പൗഡറാണ് നമ്മൾ ജെല്ല് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ആൽജിനേറ്റിൻ്റെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അതൊരു വിസ്കസ് സൊല്യൂഷൻ ഫോം ചെയ്യും. നമ്മൾ എന്തിലേക്കാണോ അത് ഡിസോൾവ് ചെയ്യുന്നത് അതിനെ അതൊരു ജെല്ലാക്കി മാറ്റും. അപ്പോൾ തിക്കനിങ്, ജെൽ ഫോമിങ്, വാട്ടർ റിറ്റെയിനിങ് ആൻഡ് സസ്പെൻഡിങ് പ്രോപ്പർട്ടീസ് ആണ് അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ഈ ഫീച്ചേഴ്സ് തന്നെയാണ് അതിന് ഫുഡ് ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും അതേപോലെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസിലും ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ജെൽ ഫോർമേഷൻ അല്ലെങ്കിൽ തിക്കനിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി കുറച്ച് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ കൺവെൻഷണൽ റോൾ ഓഫ് ആൽജിനേറ്റ് ഇൻ ഫാർമസ്യൂട്ടിക്സ് ഇൻക്ലൂഡ് സെർവിങ് ആസ് തിക്കനിങ്, ജെൽ ഫോമിംഗ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ്. അതുകൂടാതെ കൺട്രോൾ ഡ്രഗ് റിലീസിനും നമ്മൾ ആൽജിനേറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. കൺട്രോൾഡ് ഡ്രഗ് റിലീസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഡ്രഗ് സ്പെസിഫിക് ടൈം ഇൻ്റർവെൽസിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ് കൺട്രോൾ ഡ്രഗ് റിലീസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ആൽജിനേറ്റ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ഉള്ളത്. അടുത്തത് വൂണ്ട് ഡ്രസ്സിങ്. വൂണ്ട് ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ആൽജിനേറ്റും അതേപോലെ തന്നെ കാൽഷ്യം അയോൺസും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്ന ജെൽ, അതിനകത്ത് അയോൺ ക്രോസ് ലിങ്കിങ്സ് ഉണ്ടായിരിക്കും. ഈ ജെൽ ഫോം ചെയ്തതിന് ശേഷം അതിനെ ഫ്രീസ് ഡ്രൈ ചെയ്ത് പോറസ് ഷീറ്റ്സ് ആക്കി മാറ്റും. ഈ പോറസ് ഷീറ്റ്സ്
ഫൈബ്രസ് നോൺ വുവൺ ഡ്രസ്സിങ്സ് ആയിട്ട് വൂണ്ട് ഡ്രസ്സിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ്സ്, അതായത് വൂണ്ടിൽ നിന്നുള്ള എന്തെങ്കിലും വൂണ്ട് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യുകയും അതുപോലെ ഡ്രൈ ഏരിയസിൽ കുറച്ച് വാട്ടർ സപ്ലൈ ചെയ്യും, അങ്ങനത്തെ ഒരു ഷീറ്റാണ്. സോ അവിടെ ഒരു മൈക്രോ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അത് മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊമോട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ. അതായത് മുറിവ് ഉണ്ടാകുമ്പോൾ ആദ്യം മുറിവിൽ നമ്മൾ കാണുന്ന ഒരു റെഡ് ഏരിയ ആണ് ആദ്യം കാണുന്നത്, കംപ്ലീറ്റ്ലി ഹീൽ ആവുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഒരു ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷന് സഹായിക്കാറുണ്ട്. അതേപോലെ റാപ്പിഡ് എപ്പിത്തീലിയലൈസേഷൻ, പിന്നെ അതേപോലെ ഹീലിംഗ്. അടുത്തത് സെൽ കൾച്ചർ ആണ്. ആൽജിനേറ്റ്സ് എന്ന് പറയുന്നത് മമേലിയൻ സെൽ കൾച്ചർ, ബയോമെഡിക്കൽ സ്റ്റഡീസിൽ മമേലിയൻ സെൽ കൾച്ചറിന് യൂസ് ചെയ്യാറുണ്ട്. അതൊരു 2D 3D കൾച്ചർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻവിട്രോ കൾച്ചേഴ്സ്, ഇൻവിട്രോ സ്റ്റഡീസിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ടിഷ്യൂ റീജനറേഷൻ ആൻഡ് പ്രോട്ടീൻ സെൽ ഡെലിവറി. നേരത്തെ ഡ്രഗ് ഡെലിവറി സിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ ഈ ആൽജിനേറ്റ്സിനെ യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻസ് അല്ലെങ്കിൽ സെൽ പോപ്പുലേഷൻസ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ്സിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള റീജനറേഷൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഓഫ് വേരിയസ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഓഫ് ദ ബോഡി, ആ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് 2 ഡെറിവേറ്റീവ്സ് ആണ്. സോ ആൽജിനേറ്റ് ഡെറിവേറ്റീവ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് കാണിക്കാറുണ്ട്. സോ അതിനകത്ത് 2 എണ്ണമാണ് ആംഫിഫിലിക് ആൽജിനേറ്റും സെൽ ഇൻട്രാക്റ്റീവ് ആൽജിനേറ്റും. ആംഫിഫിലിക് ആൽജിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൽജിനേറ്റ് ബാക്ക് ബോണിലേക്ക് ഒരു ഹൈഡ്രോഫോബിക് മൊയിറ്റി സജസ് ആൻ ആൽക്കൈൽ ചെയിൻ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോഫോബിക് പോളിമർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനും നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനകത്ത് തന്നെയാണ് മേജർ ആപ്ലിക്കേഷൻ ഉള്ളത്. രണ്ടാമത്തെ സെൽ ഇൻട്രാക്റ്റീവ് ആൽജിനേറ്റ്. സെൽ ഇൻട്രാക്റ്റീവ് ആൽജിനേറ്റ് എന്ന് പറയുമ്പോൾ ആൽജിനേറ്റിലേക്ക് ഒരു പെപ്റ്റൈഡ് സൈഡ് ചെയിൻ ആണ് ആഡ് ചെയ്യുന്നത്. സോ ഈ ആൽജിനേറ്റ് എന്ന് പറയുന്നത് അതിന് സെൽ അഡൽസിവിറ്റി പ്രോപ്പർട്ടി കുറച്ച് കുറവാണ്. അതായത് സെൽസിനോട് ഇൻട്രാക്ട് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കുറവാണ്. പക്ഷേ ഈ പറയുന്ന പെപ്റ്റൈഡ് സൈഡ് ചെയിൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇറ്റ് പ്രൊവൈഡ്സ് എൻ അപ്രോപ്രിയേറ്റ് ലിഗാൻഡ് that is crucial to promote and regulate cellular interactions, and it is used in cell culture and tissue engineering applications. ഇനി കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും പറയാനുള്ളത്, ആൽജിനേറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ബയോ മെറ്റീരിയൽ ആണ്, ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി ഇൻ ദ ഏരിയാസ് ഓഫ് വൂണ്ട് ഹീലിംഗ്, ഡ്രഗ് ഡെലിവറി, ഇൻവിട്രോ സെൽ കൾച്ചർ ആൻഡ് ടിഷ്യൂ എഞ്ചിനീയറിംഗ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആൻഡ് ഇതിന് ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ്, ഒന്നാമത്തത് ബയോകോമ്പാറ്റബിലിറ്റി, അതേപോലെ മൈൽഡ് ജെലേഷൻ കണ്ടീഷൻസ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡെറിവേറ്റീവ്സും നമ്മൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് യൂസ്ഫുൾ ആണ്. ഇത്രയാണ് എനിക്ക് ആൽജിനേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.